താങ്ക് യു വെരി മച്ച് മഞ്ജരി. നന്ദൻ കുടുംബത്തോട് എനിക്ക് എന്നും ആദരവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ഇന്ന് നീ എന്നെ വലിച്ചു കയറി തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും എനിക്ക് അതേ നാണയത്തെ തിരിച്ചു ചെയ്യാനാവില്ല. നിങ്ങളെ വഴിയാധാരമാക്കാൻ എനിക്കാവില്ല മിഥുൻ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. മനുഷ്യത്വം എന്റെ ചൊരയിലുണ്ടല്ലോ. അതിനേക്കാളും ഒക്കെ ഉപരി നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന് മുമ്പിൽ മറ്റെത്ര വലിയ സംഭവം ഉണ്ടായാലും അതൊക്കെ എനിക്ക് വെറും തൃണം പോലെയാണ്. താങ്ക് യു സോ മച്ച് മഞ്ജരി. വല്യമ്മയ്ക്ക് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടുത്തിയത് നീയാണ്. പോട്ടെ, സാരമില്ല. ഇപ്പോഴെങ്കിലും മഞ്ജരിയുടെ മനസ്സിലെ നന്മ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിനൊരു അവസരമായിട്ടായിരിക്കും ദൈവം ഇതൊക്കെ ഒരുക്കിയത്. നമുക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ പാവം മഞ്ജരി, അമ്മ നഷ്ടപ്പെട്ട് അവളിപ്പോ ഒരു അനാഥയായിരിക്കുക. നന്ദൻ കുടുംബത്തിൽ നിന്ന് മഞ്ജരിക്ക് കൊടുത്ത സമ്മാനം അതിഗംഭീരം. പ്രിയമതേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി നീ ഇങ്ങനെ അതേ പിടിച്ച് തന്നെ തൂങ്ങി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ആ കരി ഇവിടത്തോടെ അങ്ങ് വിട്ടേക്ക്. മേഘന എവിടെ? ശരിയാണല്ലോ, അവളവിടെ പോയി. മേഘന എന്ന അധ്യായം അടഞ്ഞടാ മിഥുൻ. പണ്ടൊരു പച്ച തത്തമ്മയുണ്ടായിരുന്നു. ഒത്തിരി മോഹങ്ങളോടെ, കുറേയേറെ പ്രതീക്ഷകളോടെ ഒരു വലിയ മരത്തിന്റെ വലിയ ചില്ലയിൽ ഒരു കൂടുകൂട്ടി. കാക്കയും പരുന്തും കൊത്താൻ വന്നപ്പോഴും പിടിച്ചു നിന്നു. മുറിവുകളിൽ കൂടി രക്തമൊഴുകി. എല്ലാം സഹിച്ചു. ഒടുവിലൊരു പരുന്തിന്റെ മിടുക്കിന് മുന്നിൽ തത്തമ്മയ്ക്ക് കൂട് നഷ്ടപ്പെട്ടു. പാവം തോൽവി സമ്മതിച്ച് പറന്നകന്നു തത്തമ്മ. ദിക്കറിയാതെ പറന്ന് എങ്ങോട്ടേക്കാണാവോ നിന്റെ യാത്ര? എന്താ, അകത്ത് നടന്ന അമ്മായി അമ്മയുടെ കുറ്റവും മരുമകളുടെ ത്യാഗവും എന്ന നാടകം ഇവനെപ്പോഴാണോ കണ്ടത് എന്നാണോ നീ ആലോചിക്കുന്നത്? എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ കണ്ടു. അതിനിപ്പോ എന്താ പ്രവീൺ? ഏയ്, ഒന്നുമില്ല മേഘനെ. മഞ്ജരിയുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ നീ നിന്റെ ഭർത്താവിനെ വിട്ടുകൊടുത്തു. പ്രവീൺ മാധവായ ഞാനും സ്വാർത്ഥനൊക്കെ തന്നെയാണ്. എന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിലും എന്തെങ്കിലുമൊക്കെ വിട്ടു തന്നിട്ട് പൊടിയും തട്ടി പോയിക്കോ മേഘന. വിട്ടുതരാനും തട്ടിത്തെറിപ്പിക്കാനും ഇനി എന്താ ഉള്ളത്? സകലതും നഷ്ടപ്പെടുത്തിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ധൈര്യം ചെയ്ത് ഞാൻ എന്റെ വഴിക്ക് പൊക്കോട്ടെ. ആര് പറഞ്ഞ ഒന്നുമില്ലെന്ന്? നിന്റെ വിവാഹമോചനം കഴിഞ്ഞ നീ പെരുവഴി ആധാരമാകാതിരിക്കാനായിട്ട് നിന്റെ അമ്മായിയച്ഛൻ നിനക്കായിട്ട് എഴുതി തന്ന കുറെ ഷെയർസ് ഉണ്ടല്ലോ.
അതെല്ലാം എന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരണം. അത് മതി. എന്റെ മിഥുനേട്ടനോ ഞങ്ങളുടെ നന്ദൻ കുടുംബത്തിനോ ദോഷമുണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല പ്രവീൺ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നാ പിന്നെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം വാങ്ങി വെച്ച വെള്ളത്തിൽ തന്നെ അങ്ങ് ഒഴുകിപ്പോവല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത് പ്രവീൺ മാധവ്? അമ്മായിയമ്മ ജയിലിൽ പോകാതിരിക്കാനും നന്ദൻ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാകാതിരിക്കാനും അല്ല നീ നിന്റെ ഭർത്താവിനെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തത്. ആ ത്യാഗത്തിന് മുന്നിൽ ഞാൻ നമിക്കുന്നു. പക്ഷെ നിന്റെ അമ്മായിയമ്മയുടെ ജയിൽവാസം അത് ആർക്കും തടയാനാവില്ല. അത് പറയാൻ നീ ആരാണടാ? ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. അത് കണ്ടു കഴിഞ്ഞ് നിനക്ക് തന്നെ മനസ്സിലാവും. അരുണിമാമാലിനിയുടെ അശ്രദ്ധ കൊണ്ടാണ് ആതിര മരിച്ചുപോയതെന്ന് തെളിയിക്കാൻ ഇതിലുള്ള ഈ ഒരൊറ്റ തെളിവ് മാത്രം മതിയാകും. ഇത് ഞാനെങ്ങാനും പോലീസിൽ കൊടുത്ത ജീവിതകാലം മുഴുവൻ നിന്റെ അമ്മായിയമ്മ ജയിലിൽ കിടക്കും. നന്ദൻ കുടുംബത്തിന്റെ പത്തി താഴുകയും ചെയ്യും. ഇനി ആലോചിച്ചിട്ട് പറ, അരുണിമയെ ജയിലിലേക്ക് പറഞ്ഞയക്കണോ അതോ ഞാൻ ചോദിച്ച ഷെയർസ് എനിക്കിങ്ങ് എഴുതി തരുമോ? ഭർത്താവിന് വേണ്ടെന്ന് വെച്ചോളല്ലേ നീ. അതിന്റെയൊക്കെ മുന്നിൽ എനിക്ക് തരാൻ പോകുന്ന ഈ നക്കാപ്പിച്ച ഷെയറിന് എന്ത് വാല്യൂ? സൈൻ ചെയ്ത് തന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ആഴ്ചയ്ക്കൊരിക്കൽ ജയിലിൽ ചെന്ന് അമ്മായിയമ്മയെ കാണാൻ നിൽക്കേണ്ടി വരും. എന്തു വേണമെന്ന് നീ തീരുമാനിക്കും. സമയമെടുത്ത് പറഞ്ഞാ മതി. ശരി, ഞാനത് സൈൻ ചെയ്തു തരാം. ഗുഡ്. 1 minute. പാവം മേഘന മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമക്കാനും അവരുടെയൊക്കെ സ്വാർത്ഥതയ്ക്ക് ബലിയാടാവാനും വേണ്ടിയാണോടെ നിന്നെ സൃഷ്ടിച്ചേക്കുന്നത്. കഷ്ടം. നിന്നെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. മണ്ടി, മരം മണ്ടി. അടിപൊളി വീഡിയോ കിട്ടിയ. സമയം നോക്കി വേണം ഈ അസ്ത്രം പ്രയോഗിക്കാൻ. ഡാഡ്, അവളെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോടാ. എടാ, നീ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. നിന്ന നിപ്പിൽ അവളിതെങ്ങോട്ടാ പോയത്? ഞാനും അതാടാ ആലോചിക്കുന്നേ. ഡാഡ്, എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ കണ്ടിരുന്നോ? ഇവരോ? ഇവരിപ്പോഴാണല്ലോ പുറത്തേക്ക് പോയത്. ചെറിയമ്മേ, മേഘനയെ കണ്ടായിരുന്നോ? മോം ചോദിച്ചു കേട്ടില്ലേ? എന്താ ഇപ്പൊ പറയണ്ടേ? ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കാം, അതാ നല്ലത്. എന്റെ കയ്യിലുള്ള അസ്ത്രം ഈ സമയത്ത് പ്രയോഗിച്ച് വേസ്റ്റ് ആക്കണ്ട. ചെറിയമ്മേ, ഒന്ന് പറ ചെറിയമ്മേ.
മേഘനയെ ഞാൻ കണ്ടിട്ട് കുറെ നേരമായല്ലോ. എന്തു പറ്റിയടാ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന മോം, ഇപ്പൊ നോക്കിയപ്പോ ആളെ കാണുന്നില്ല. എവിടെയാ പോയെന്നും അറിയില്ല. ഇനി ഒരു പക്ഷേ വീട്ടിലേക്ക് എങ്ങനെ പോയി കാണോ? വീട്ടിലേക്കാ പോയെങ്കിൽ നമ്മളോട് പറയാതെ പോകും ഡാഡ്. ഫോൺ എന്തിനു ഓഫ് ചെയ്ത് വെക്കണം? എടാ മിഥുൻ, ഒന്ന് വീട്ടിൽ പോയി നോക്കാടാ. അവള് വീട്ടിലുണ്ടാവും തന്നെ എന്റെ മനസ്സ് പറയുന്നേ. പ്രിയമതേ, നീ മഞ്ജരിയുടെ കൂടെ നിൽക്കുക. ആയിക്കോട്ടെ ജയദേവേട്ട. നീ നടക്ക്. മഞ്ജരി, ആതിരയുടെ വിയോഗം നിനക്ക് വലിയ നഷ്ടം തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാനാ മോളെ? എന്ന് കരുതി ഒറ്റപ്പെട്ടെന്നുള്ള ചിന്തയും വേണ്ട. നിനക്ക് എപ്പോഴും പ്രിയമത ആന്റിയുണ്ട്. നീ എന്റെ കൂടെ നിന്നാ മതി. ആന്റി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. അത് പ്രത്യേകിച്ച് പറയണം. പക്ഷേ പെട്ടെന്ന് മോമില്ലണ്ടായപ്പോ എന്തോ ആകെ തനിച്ചായ പോലെ തോന്നുക. മോളെ മഞ്ജരി, മരിച്ചവരോടൊപ്പം നമുക്കും പോവാനാവില്ലല്ലോ മോളെ. ജീവിതം അവിടം കൊണ്ട് തീരുന്നു ഇല്ലാന്ന് ഓർക്കണം. കടന്നു പോയേ പറ്റൂ. ഒരു കാര്യം മാത്രം സത്യമാണ് ആന്റി. മോം ജീവിച്ചിരുന്നിടത്തോളം കാലം എന്റെ പ്രണയത്തെ എൻകറേജ് ചെയ്തില്ലെങ്കിലും മരിച്ചു പോയതിനു ശേഷം എന്റെ പ്രണയത്തെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നല്ലൊരു മാർഗം കാണിച്ചു തന്നിട്ടാ പോയത്. അവള് പോയപ്പോ നിനക്ക് കിട്ടിയ ഈ സുവർണ അവസരം നീ കൃത്യമായിട്ട് എന്നെ ഉപയോഗിച്ചത്. കൃത്യമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റി. പക്ഷെ കുറച്ചുകൂടെ മുതലെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു ആന്റി. അതെങ്ങനെ? മേഘന ആരോടൊന്നും പറയാതെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവളോടുള്ള നല്ല അഭിപ്രായം എല്ലാവരിലും ഉണ്ടാവും. അത് അവളോട് എല്ലാവർക്കും സഹതാപം തോന്നിപ്പിക്കുകയും ചെയ്യും. മറിച്ച് മേഘന എന്ന ക്യാരക്ടർ മിഥുന്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു അപരാധിയായി ഇറങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു ആന്റി. അതിന്റെ വരും വരായികകളും നമുക്ക് നന്മയാകും. മിഥുന്റെ കാര്യത്തിൽ ഇനി നിനക്ക് അനുകൂലമായ രീതിയിലായിരിക്കും എല്ലാം നടക്കുക. മേഘന ഓൾറെഡി ഒരു അപരാധിയായി മാറിയിരിക്കുകയാണല്ലോ. ആ കുറ്റകൃത്യം എന്താണെന്ന് മിഥുൻ അറിയേണ്ട താമസം മാത്രമേ ഉള്ളൂ. ആന്റി പറയുന്നത് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ? നീ ഈ വീഡിയോ നോക്കിയേ, എല്ലാം മനസ്സിലായിക്കോളും. പ്രവീൺ മാധവന്റെ ഭീഷണിക്ക് വഴങ്ങി മേഘന അവളുടെ പേരിലുണ്ടായിരുന്ന ഷെയർസ് എല്ലാം പ്രവീൺ മാധവൻ എഴുതി കൊടുത്തിരിക്കുക. ഈ ഒരു കാര്യം മതി എന്നത്തേക്കുമായി മേഘനയെ മിഥുൻ വെറുക്കാൻ. ഇനി മേഘന എന്ന പേര് കേൾക്കുന്നത് പോലും അവൻ അസഹനീയമായി തുടങ്ങിക്കോളും. വാവ്, താങ്ക് യു സോ മച്ച് ആന്റി. ഈ ഒരു തെളിവ് മതിയാവും മേഘനയും മിഥുനെയും തമ്മിൽ എന്നേക്കുമായി അകറ്റാൻ. ഇനി ഒരിക്കലും അവൾക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല. എല്ലാം നന്നായിട്ടുണ്ട് മഞ്ജരി. എന്നിട്ടും മേഘനയെ കാണുമ്പോ എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. അതെന്തിനാ ആന്റി? മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും അതിനൊക്കെ ഒരു അതിരില്ലേ? സ്വന്തം തടി രക്ഷിച്ചിട്ടല്ലേ എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ ഇറങ്ങിത്തിരിക്കൂ. ഇതിപ്പോ ഇവള് സ്വയം ഉരുകി തീർന്നോണ്ടാ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത്. മേഘനയുടെ ഈ നല്ല മനസ്സിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണിന്റെ സ്വഭാവത്തോട് ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ ഒരു ആദരവ് തോന്നുന്നു.
എന്റെ ശത്രുവാണെങ്കിൽ പോലും എവിടെയോ എന്തൊക്കെയോ ഒരു ഇഷ്ടം തോന്നുന്നു. ആന്റി പ്ലീസ്, മേഘന പുരാണം പറഞ്ഞ എന്റെ അടുത്ത് വരരുത്. എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. വല്ലതും ഉണ്ടെങ്കിൽ ആന്റി അത് മനസ്സിൽ വെച്ചാ മതി. ഇതൊക്കെ കേട്ടാ എനിക്ക് അടിമുടി ചൊറിഞ്ഞു വരിക ചെയ്യുന്നേ. ആ ശരി പോട്ടെ. എന്തായാലും മേഘനയും മിഥുനും തമ്മിലുള്ള ബന്ധം അടുത്ത് തന്നെ അവസാനിക്കുന്നുള്ളത് ഉറപ്പാ. ജയദേവ, ഇപ്പൊ മഞ്ജരിക്ക് എങ്ങനെയുണ്ടടാ? വലിയ കുഴപ്പമില്ല അമ്മേ. ചെറിയ കുറച്ച് പരിക്കുകളുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായി പോയി ആതിരയുടേത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ദൈവം വിധിച്ച അത്രേ ഉള്ളൂ. ആതിരയുടെ ഈ ലോകത്തെ ജീവിതം തീർന്നു കാണും. മരണം വന്ന് വിളിച്ചാൽ പിന്നെ ആർക്കും പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അച്ഛമ്മേ, മേഘന എവിടെ? മേഘന അതിനോട് വന്നിട്ട് വേണ്ടേ? നിന്റെ കൂടെ ആയിരുന്നല്ലോ അവള്. അതെങ്ങനെ? അതിന് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഇങ്ങോട്ടല്ലേ വന്നത്? അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല മോനെ. പിന്നെ എവിടെ പോയി? മേഘന ഹോസ്പിറ്റലും ഇല്ല, വീട്ടിലേക്കും വന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയി അവള്? വലിയേട്ടാ, ഇനിയൊരു പക്ഷേ ഏട്ടത്തിയുടെ ചെറിയമ്മയുടെ വീട്ടിൽ പോയി കാണും. അങ്ങനെ പോയിരുന്നെങ്കിൽ എന്നോട് അവള് പറയാതിരിക്കുവോ? പിന്നെ എന്താ അവൾക്ക് പറ്റിയത്? വലിയമ്മേ, വലിച്ച പെട്ടെന്ന് ആ ന്യൂസ് ഒന്ന് കണ്ടേ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ചുള്ള ഒരു ആംഗിൾ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ എനിക്ക് എല്ലാ ആംഗിൾസിലും അറിയാം. പുറത്ത് നോക്കുമ്പോ ആ കമ്പനി വലിയൊരു രാവണക്കോട്ടെ. അകത്ത് കയറി ചെന്നാലോ അത് പാമ്പിന്റെ വലിയൊരു കുറ്റാണ്. അതിനെ കണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് വരെ വലിയ വായിൽ പ്രശംസിച്ച് നടന്നുകൊണ്ടിരുന്നത്. എന്തു പറയാനോ, എന്ത് കഷ്ടപ്പാടുണ്ടായിട്ടാണോ എന്തോ അവരുടെ മരുമോള് മേഘന, അവളുടെ പേരിലുണ്ടായിരുന്ന ഷെയർസ് എല്ലാം ഇന്ന് എനിക്ക് വിറ്റിരിക്കുക.